റൈറ്റിലോട്ടാ പോകണ്ട കേട്ടോ. ബ്രേക്ക് നേരെ വരുന്നുണ്ട്. നമ്മളെന്ത് ചെയ്യണ്ട, മുന്നിൽ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ക്ലച്ച് ചവിട്ടി നമ്മൾ എങ്ങോട്ട് ഇട്ടു, സെക്കൻഡ് ഇട്ടു. ക്ലച്ചിന് എന്ത് ചെയ്തു, കാലെടുത്തു. ബ്രേക്കിട്ട് കാലം അവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി മെല്ലെ ബ്രേക്ക് കൊടുത്ത് കൊടുക്കണം. നമുക്ക് ഇവിടുന്ന് എങ്ങോട്ടാ പോകണ്ട, റൈറ്റിലോട്ടാ പോകണ്ട കേട്ടോ. അപ്പൊ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മള് എങ്ങനെയാ വിളക്കണേ, നടുക്കത്ത് വരെ നോക്കിയാണോ വിളക്കുന്നേ? അല്ല, ഒന്നുമില്ല. മുന്നോട്ട് വെച്ച് പോക്കോട്ടെ കേട്ടോ, ഒന്നുമില്ല. അപ്പൊ നമ്മുടെ ഈ നമ്മള് നേരത്തെ വെള്ളം കുടീന്റെ കാര്യം പറഞ്ഞാണ്ട് ലൈമിന്റെ, നമ്മള് വെള്ളം കുടിച്ചിട്ട് ആ ഗ്ലാസ്സിൽ നമ്മൾ നോക്കണം എന്താ ഇനി കുടിക്കാണ്ടോ നോക്കണം. പരിഷ്കാരികളൊക്കെ ചിലപ്പോൾ പകുതിയോടെ വെച്ചിട്ട് പോകും. ഞാൻ എന്ത് ചെയ്യും, ഫുള്ള് കുടിക്കും. അതേപോലെ നമുക്ക് ഈ സെക്കൻഡ് ഗിയറിൽ എത്ര വരെ ലോ സ്പീഡിൽ പോകാൻ പറ്റുന്നുള്ളതും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. നമുക്കൊരു 10, 5, 6 സ്പീഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ലോയിലും പോവാം. ഇതിനെക്കുറിച്ച് വേണ്ട ടെൻഷൻ അടിച്ച് ഫസ്റ്റ് ഇട്ടില്ല. ഒരിക്കലും റൺ ചെയ്യണ വണ്ടി നമുക്ക് എങ്ങോട്ട് ഇടാൻ പറ്റില്ല. ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടി ഏത് ഗിയർ ഇടാൻ പറ്റില്ല, ഫസ്റ്റ് ഗിയറിൽ ഇടാൻ പറ്റില്ല. ഫസ്റ്റ് ഗിയറിലോട്ട് ഉണ്ടെങ്കിൽ നമ്മുടെ വണ്ടി നിൽക്കണം. അപ്പൊ നിൽക്കണതിന്റെ തൊട്ട് മുന്നേ വരെ നമുക്ക് ഏത് ഗിയറിൽ പോകാൻ നിരന്ന വഴിയാണെങ്കിൽ സെക്കൻഡിൽ പോവാം കേട്ടോ. അങ്ങനെ ഓരോ ഗിയറിന്റെ വാല്യൂ ലോയും ഹൈയും നമുക്ക് എത്ര വരെ പോകാൻ പറ്റുന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. ഇടയ്ക്കിടയ്ക്ക് ആ സ്പീഡോമീറ്ററിലോട്ട് എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. അത് നിർബന്ധം. ഈ മിററിൽ ഇങ്ങനെ നോക്കണ പോലെ തന്നെ സ്പീഡോമീറ്ററിലോട്ട് നോക്കിയിട്ട് മനസ്സിലാക്കണം. അപ്പൊ അവിടുന്ന് ഒരുത്തം വരുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അവൻ വരുന്ന നോക്കി എന്ത് റീസൺ ആയിട്ടാണ് ആ വര ചേർന്നത്. അതേപോലെ നമ്മൾ ചേർന്ന് വേണ്ടി ഇടയിൽ കൂടെ ഒരു ഓട്ടോറിക്ഷയ്ക്ക് പോകാനുള്ള സ്ഥലം ഉണ്ടാവും. ഓട്ടോറിക്ഷ പോകണ്ടല്ലേ, ഒരു ബൈക്ക് പോയിക്കോട്ടെ, ബൈക്ക് പോകാനുള്ള സ്ഥലമുണ്ട്. അപ്പൊ അടുത്ത് വരുന്നുണ്ട്, നമ്മളത് നോക്കണോ. ഇപ്പൊ നമ്മൾ ഏത് ഗിയറിലാ പോണേ, തേർഡ് ഗിയർ. അപ്പൊ നമുക്ക് ഇതിനും കൂടെ ഈ സ്പീഡിൽ കൂടെ ഇപ്പൊ ഒരു കയ്യിൽ ഇത് കിട്ടിയില്ലേ, ഇതിനും കൂടെ സ്പീഡിൽ പോകാൻ പറ്റുമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പൊ ഒരുത്തന്നെ ഓൺ അടിക്കണ്ട, അവൻ കയറി പോവാണ്. പൊക്കോട്ടെ, ആക്സിഡന്റ് നമ്മൾ പോവാണ്. ഇനി നമ്മൾ തേർഡ് ഗിയറിലാണ് ഉള്ളത്. തേർഡ് ഗിയറിൽ നമ്മൾ ഇനി എങ്ങോട്ട് പോവാണ്, ഫോർത്തിലോട്ട്. അപ്പൊ ഈ സ്പീഡ് മതിയോ, മീറ്ററിലോട്ട് നോക്കിയിട്ട് എന്ത് ചെയ്യണം, ഒരു 35ന്റെ എബോവിലോട്ടാവണം ആയി. അപ്പൊ മുന്നിൽ പോണവന്റെ സ്പീഡും കൂടെ നമ്മൾ എന്ത് ചെയ്യണം, കണക്ക് കൂട്ടിയിട്ട് ഇനി നമുക്ക് ഫോർത്ത് ഗിയറിൽ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതും നമ്മൾ കാണണം. നമ്മുടെ വണ്ടിയുടെ സ്പീഡും നമ്മൾ എന്ത് ചെയ്യണം, അത് കണക്ക് കൂട്ടി മെഷർമെന്റ് എടുത്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, വണ്ടി ഓടിച്ചു പോകാൻ. അപ്പൊ നമ്മളിപ്പോ ഫോർത്തിലുള്ള രാവിലെ നിങ്ങൾ അങ്ങോട്ട് പോയത്, നിങ്ങൾക്ക് ഇപ്പൊ ഈ സ്ഥലം ഓർമ്മ വരുന്നുണ്ടോ, എങ്ങനെയായിരുന്നു നമ്മൾ പോയത്, ഇപ്പൊ എങ്ങനെയാണെന്ന് കിട്ടില്ലേ. ഓക്കെ, ആക്സിഡന്റ് എടുത്ത് നമ്മൾ പോവാണ്, ആക്സിഡന്റ് എടുത്ത് പോവാണ്. കാരണം അപ്പൊ നമുക്ക് വളവിൽ നമുക്ക് ഗിയർ മാറ്റണം എന്നല്ല, നമ്മുടെ സ്റ്റിയറിംഗ് ഇപ്പൊ നമുക്ക് എന്തായി, നമ്മുടെ കയ്യിലോട്ട് കൺട്രോൾ ആയി കഴിഞ്ഞപ്പോ നമുക്ക് എന്തായി, കുറെയൊക്കെ നമുക്ക് എന്തായി, ആത്മവിശ്വാസം വന്നപ്പോ നമുക്ക് ഗിയർ ഡൗണിങ് ഇല്ലാതെ തന്നെ നമ്മൾ എന്തായി, നേരത്തെ സെക്കൻഡിൽ ഇടുന്ന സ്ഥലം നമുക്കിപ്പം തേർഡിൽ പോകാൻ പറ്റിയിട്ടുണ്ട്. നേരത്തെ നമ്മൾ തേർഡിൽ ഫോർത്തിലോട്ട് പോയിട്ടേ ഇല്ല. ഇപ്പൊ നമ്മൾ ഇതിലാ പോണേ, തേർഡിലാ പോണേ. ഇനി മുന്നോട്ട് നോക്കി നമുക്ക് 4ാമത്തെ കയറി പോകാൻ പറ്റുന്ന സ്ഥലമാണോ മുന്നില്. അപ്പൊ നമ്മൾ ക്ലച്ച് കൂട്ടി എങ്ങോട്ട് ഇട്ടു, തേർഡിലോട്ട് ഇട്ടു. ഓക്കെ, നമ്മൾ പോവാണ്. അപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോ നമ്മൾ എവിടെ വന്നേ, സെക്കൻഡിൽ, തേർഡിലാ വന്നേ. പക്ഷെ നമ്മൾ കറക്റ്റിലാണ് നമ്മൾ വന്നേ, അല്ല. ഇപ്പൊ എന്തായി, സെറ്റായില്ലേ. ഓക്കെ, പൊക്കോട്ടെ. ഞാൻ മുന്നിലല്ലായിരുന്നു ഇരിക്കേണ്ടത്, ഞാൻ ബേക്കിലായിരുന്നു ഇരിക്കണ്ടേ. ഓക്കെ, പൊക്കോട്ടെ. അപ്പൊ ഞാൻ ബേക്കിലോട്ട് പോവല്ലേ. അടുത്ത ജംഗ്ഷനിൽ ഞാൻ ബേക്കോട്ട് പോകണം. അപ്പൊ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പൊ ഇനി എന്റെ ആവശ്യമുണ്ടോ, ഇല്ല. എന്നാലും അല്ല, ഇനി ഞാനിവിടെ ഉണ്ടേലും ഇല്ലല്ലോ, നിങ്ങൾക്ക് ഇതുവരെ എടുക്കാൻ പറ്റൂലേ, അത് വേണം, ഉറപ്പ് വേണം. ഇപ്പൊ നമ്മളൊരു 2 മണിക്കൂറല്ലേ ആയിട്ടുള്ളൂ. ഇതിപ്പോ ഞങ്ങളുടെ വീട്ടിൽ എന്റെ വണ്ടി തന്നെയാണ് കൊടുക്കണേ. കാരണം മൂപ്പരുടെ വണ്ടി ബുക്ക് ചെയ്തിട്ടുള്ളൂ, കിട്ടിയിട്ടില്ല. നാളത്തെ കിട്ടും. അപ്പൊ വണ്ടി ഉണ്ട്, ലൈസൻസും ഉണ്ട്. എടുക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ വിളിച്ചോ, നിങ്ങൾക്ക് 100% നമ്മൾ ഗ്യാരണ്ടി തരാം. നിങ്ങളുടെ വീട്ടിലത്തെ വണ്ടിയിൽ നിങ്ങൾ ഒറ്റയ്ക്ക് എടുത്തു കൊണ്ടുപോകാം. ഓക്കെ, അപ്പൊ ഉള്ളവരുണ്ടെങ്കിൽ വിളിക്കുക, സപ്പോർട്ട് ചെയ്യുക, നമുക്ക് ഉഷാറാക്കി കൊടുക്കാം. നമ്മുടെ ലൊക്കേഷൻ കോഴിക്കോടാണ്, പക്ഷെ നമ്മൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് കൊടുക്കാം. ആ ബൈക്ക് ഇൻഡിക്കേറ്റർ ഇട്ടാണ് നമ്മൾ ഓൺ അടിച്ച് നമ്മൾ അറിയിക്കണം. ഓക്കെ, ഇനി നമുക്ക് പോവാം. അപ്പൊ ചിലവരെന്ത് ചെയ്യും, അങ്ങ് തിരിയും. അപ്പൊ നമുക്ക് ചവിട്ടേണ്ടി വരും. അപ്പൊ നോക്കുക കേട്ടോ. ഈ വളവ് നമുക്ക് സെക്കൻഡിലോട്ട് പോകേണ്ട കാര്യമുണ്ടോ, ഇല്ല. നിങ്ങൾക്ക് ഉറപ്പായോ, ഉറപ്പായി. അങ്ങനെ ഉറപ്പ് വരും. ഈ വളവൊന്നും മനസ്സിൽ വിചാരം എത്ര, ഇപ്പൊ നമ്മൾ ആ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നോക്കുമ്പോ തിരിക്കാനുണ്ടോ, ഇല്ലല്ലോ. ആ ലെഫ്റ്റ് സൈഡ് നോക്കി എടുക്കണത് നമുക്ക് ഒരു 50% കോൺഫിഡൻസ് ലെവൽ കൂടുന്നില്ലേ, ഉണ്ട്. നിങ്ങളെവിടെ സ്ഥലം, തലയാട്. ഞാൻ നിങ്ങളെ വിളിച്ചിട്ട് കുഴപ്പമില്ല.
ചങ്ങായി എന്നൊക്കെ ചോദിക്കും കേട്ടോ. കാരണം നമ്മൾ ഇവിടെ ഈ പഠിപ്പിക്കുമ്പോ നമുക്കൊരു കാര്യമുണ്ട്, സംഗതി ഉള്ളിന്റെ ഉള്ളിലുണ്ടെങ്കിലും നമുക്ക് ചില സമയത്ത് നമ്മുടെ ലെവലില് ഇപ്പൊ എന്റെ പ്രായം എന്താണോ ആ പ്രായത്തിൽ എനിക്ക് നിങ്ങളോട് ചിലപ്പോൾ സംസാരിക്കേണ്ടതായിട്ട് വരും. അതെന്തിനാണ്? നമ്മുടെ ഈ ഡ്രൈവിങ്ങിന്റെ ഒരു ഭാഗമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നേരെ മറിച്ച് ഞാൻ നിങ്ങളുടെ പ്രായം കൂടുതലുള്ളവരെ അതേപോലെ പറയുമ്പോൾ നിങ്ങൾക്ക് ഉള്ളിന്റെ ഉള്ളിൽ എനിക്കൊരു പ്രായമുണ്ട്, ഇപ്പൊ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടെന്നുള്ളൊരു ഇത് വരും. അപ്പൊ അത് നമുക്കില്ല. നമ്മളത് എന്ത് ചെയ്യണം? ഇവിടെ വരുമ്പം എന്റെ പ്രായം എന്താണോ ആ ഒരു പ്രായത്തിലോട്ട് നിങ്ങളെ ഞാൻ ആദ്യം കൊണ്ടുവരും. എന്നാലേ നമുക്കത് എന്തും പറയാനും ചെയ്യിപ്പിക്കാനുള്ള ഒരു ഇത് കിട്ടുള്ളൂ. കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.